വെൽക്കം ടു ഹെൽത്തി കുക്കിംഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെഫിൻ്റെ കുക്കിങ്ങൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഗെയിംസൊക്കെ കളിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നൂഡിൽസൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? എല്ലാവരും ഇഷ്ടമുള്ള സാധനം. അപ്പോൾ നമ്മൾ നൂഡിൽ ബേസ് ചെയ്തിട്ടൊരു സാധനം ചെയ്യാൻ പോണത് സ്റ്റർ ഫ്രൈഡ് വെജിറ്റബിൾസ് ചൈനീസ് സ്റ്റൈൽ വിത്ത് നൂഡിൽസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയാം. ആദ്യം നമ്മളിവിടെ എല്ലാ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ്, എല്ലാ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇൻഗ്രീഡിയൻസ് പറയാം നമുക്ക്. ഉള്ളി, വൈറ്റ് കളർ വെജിറ്റബിൾ, മഷ്റൂമും അതെ വൈറ്റ് കളർ വെജിറ്റബിൾ, ക്യാപ്സിക്കം റെഡ്, യെല്ലോ, ഗ്രീൻ, 3 കളേഴ്സ് കൊടുക്കുന്നുണ്ട്. പനീറിൽ എന്താ ഉള്ളത്? മെയിൻ എന്താണ് പനീറിൽ പ്രോട്ടീനാണുള്ളത്, കാൽഷ്യം ഉണ്ട്. കാൽഷ്യം എന്തിനാ യൂസ്ഫുൾ? കാൽഷ്യം ടീത്ത്. ഓക്കെ, പിന്നെന്താ? ബോൺ. വെരി ഗുഡ്. ഒരു കൈയോടി കൊടുക്കും. ചീര ബ്ലഡ് ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാനും, ബ്രെയിനിലെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാനും വളരെ നല്ലതാണ്. അതുപോലെ ഇവിടെ പിന്നെ ഒരു ഗ്രീൻ കണ്ടോ, സ്പ്രിംഗ് അണിയൻ, അതും സെയിം തന്നെയാണ്. പിന്നെ ക്യാബേജാണ് യൂസ് ചെയ്യുന്നത്. ക്യാബേജിൽ എന്താ ഉള്ളത്? വൈറ്റമിൻ സി. പിന്നെ മുളക്, കുറച്ച് 3-4 മുളക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര ഒരു 1/2 to 1 ടീസ്പൂൺ നോക്കിയിട്ടിടാൻ മതി. പിന്നെ കുറച്ച് വിനീഗർ, പുളിക്ക് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ, വിനീഗർ. ഫൈനലി കുറച്ച് എള്ള്, അപ്പോൾ എള്ളും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യാൻ കുറച്ച് ഓയിലും വേണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൂഡിൽസ് ഇവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ നൂഡിൽസ് വെള്ളം തിളപ്പിച്ച് ഉപ്പിടുക, ലേശം ഓയിൽ ഒഴിക്കുക. അപ്പോൾ നൂഡിൽസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ സഹായിക്കും. കണ്ടോ, നൂഡിൽസ് ഒട്ടാതെ ഇങ്ങനെ കിട്ടും. അപ്പോൾ ലേശം ഓയിൽ ഒഴിച്ച് ആൻറ്റി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കാം. അത് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ഓയിൽ യൂസ് ചെയ്യുക. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളി ഇടാം. നമ്മൾ ഇതിൽ മഷ്റൂംസ് ആഡ് ചെയ്യാണ്. മഷ്റൂമും വൈറ്റ് കളർ വെജിറ്റബിളാണ്. ഇനി നമ്മൾ ഓറഞ്ച് ഇടാം, ക്യാരറ്റ്. ഇനി നമുക്ക് ഇതങ്ങിടുക, മിക്സ്. ആഹാ, കണ്ടോ, ഭയങ്കര കളർഫുള്ളായില്ലേ ഇവിടെ? കളർഫുള്ളായി. വെജിറ്റബിൾസ് ഇടുമ്പോൾ ആദ്യം ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി. നമ്മൾ സ്പിനച്ച് ഇട്ടു, സ്പ്രിംഗ് അണിയൻ നമ്മളിപ്പോൾ ഇടുന്നില്ല, ക്യാബേജ് ഇട്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ആയി, ഇത്ര വേണ്ടു. വെജിറ്റബിൾസ് ഇത്ര കുക്ക് ചെയ്യണ്ടു. നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊരു ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കണ്ടേ? ഓക്കെ. അതിന് എഗെയിൻ നമ്മൾ ഒരു സ്പൂണും കൂടി ഓയിൽ ചൂടാക്കി. അപ്പോൾ ആദ്യം മുളക്, ചുവന്ന മുളക് മുറിച്ചത് ഇടാൻ പോവാം. ഫ്രൈ ആയി മണം വരുന്നുണ്ടോ മുളകിൻ്റെ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇപ്പം നിരുചെയ്ത് വരെയുള്ള ആ ഒരു കുക്കിംഗ് പ്രോസസ് ഒന്നും കൂടി ഒന്ന് പറയോ? ഓക്കെ. നമ്മൾ ആദ്യം വെജിറ്റബിൾസ് ഒക്കെ സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടു. എന്നിട്ട് വെജിറ്റബിൾ സ്റ്റോക്ക് ആഡ് ചെയ്തു. അത് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഇടാം. ഓക്കെ, വെജിറ്റബിൾസ് ഇട്ടു. നമുക്കിത് തിക്കാക്കണ്ടേ? തിക്കാക്കാൻ നമ്മൾ ഇവിടെ കോൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങി. നമുക്കൊരു കറി പോലെ കിട്ടണ്ടേ അതിലൊഴിക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് അതിനൊരു കറി രൂപത്തിലാക്കുക. ഇനി നമുക്ക് 2 സാധനം കൂടി ആഡ് ചെയ്യാണ്ട്. ഒന്ന് വിനീഗർ, കുറച്ച് വിനീഗർ. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഷുഗർ.
പിന്നെ എന്താ ആഡ് ചെയ്യാനുള്ളത് ലാസ്റ്റ്? ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. പനീർ അത് അവസാനം ഇട്ടാൽ മതി. പിന്നെ അവസാനം ഇതാ എള്ള് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാ. ഒന്ന് പതുക്കെ കൈ കൊണ്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇടാം. അല്ലേ, കാണുമ്പോൾ ഒന്ന് കഴിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഡിഷ് റെഡിയായി. ഇനി കഴിക്കാനുള്ള ടൈമായി അല്ലേ? എല്ലാവരും റെഡിയാണോ? കഴിക്കില്ലേ? എല്ലാവരും കഴിക്കില്ല. നൂഡിൽസ് ഇഷ്ടമല്ലേ എല്ലാവർക്കും? കുറേ ഇഷ്ടമാണോ? പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ലേ അല്ലേ? ഇങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ. ഇഷ്ടായോ? അപ്പോൾ നമ്മുടെ ഹെൽത്തി കിച്ചണിൽ നമ്മൾ നീരജ കാണിച്ച ഐറ്റം സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് വിത്ത് നൂഡിൽസ് എല്ലാവർക്കും നമ്മുടെ പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തിനൊക്കെ കഴിച്ച് തകർന്ന് ഇത് ബാക്കി തരാട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും ആ ഒരു ഐറ്റം ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കിയത്. നമ്മളിപ്പോൾ കുറേ എപ്പിസോഡ്സായിട്ട് എല്ലാ കളേഴ്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ യൂസ് ചെയ്തത് റെഡ് കളറിലുള്ളത് ലൈക്കോപ്പീനാണ്. ലൈക്കോപ്പീൻ ഹാർട്ടിന് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഒക്കെ വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ ചുരുക്കാൻ നല്ലതാണ്. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്കും വളരെ നല്ലതാണ്. പിന്നെ യൂസ് ചെയ്ത് ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ. നമ്മൾ ഓറഞ്ച് ആൻഡ് യെല്ലോ കളർ ക്യാപ്സിക്കംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് മെയിനായിട്ട് കരോറ്റിനോയിഡ്സ് ആണ്. ക്യാരറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ കരോറ്റിനോയിഡ്സ് ആണ് വളരെ ഹൈ ലെവലിലുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ണിൻ്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എൻഡോക്രൈൻ റെസ്പോൺസസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഈ യെല്ലോ ആൻഡ് ഓറഞ്ച് കളർ വെജിറ്റബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രീൻ കളർ വെജിറ്റബിൾസിൽ നമുക്കറിയാം അയൺ ഡെഫിഷ്യൻസി അനീമിയ കറക്റ്റ് ചെയ്യാൻ, അതായത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് അല്ലെങ്കിൽ അയണിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഗ്രീൻ കളർ വെജിറ്റബിൾസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറി പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രീൻ കളർ വെജിറ്റബിൾസ് വളരെ അധികം സഹായിക്കും. പിന്നെ ഇവിടെ വൈറ്റ് കളർ വെജിറ്റബിൾസ് പറഞ്ഞാൽ നമ്മളിവിടെ മഷ്റൂംസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട്, ഗാർലിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി വൈറൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. പൊതുവേ നമ്മുടെ ഹെൽത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഫുഡിൽ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വളരെയധികം സഹായിക്കും ഈ ഗാർലിക്കും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ, അതുപോലെ തന്നെ മഷ്റൂംസും. ഇനി ഇപ്പം നമ്മൾ ഈ വെജിറ്റബിൾസിൽ എല്ലാത്തിലും പൊതുവേ ഉള്ള സാധനം ഏറ്റവും അധികം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കെമിക്കൽസിൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ചുരുക്കുക. ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാവാം ഒരുപാട് കെമിക്കൽസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽ റിലീസ് വരും. ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ കുറച്ചില്ലെങ്കിലാണ് ഈ ക്യാൻസർ അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരിക. അപ്പോൾ വെജിറ്റബിൾസ് അഡൽട്ട്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നല്ലോണം കഴിക്കണം. കാരണം ഇതിൽ ഫൈബർ കണ്ടൻറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പറഞ്ഞു, പ്രോട്ടീൻസിൻ്റെ പറഞ്ഞു, ഫാറ്റിൻ്റെ ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതുപോലെ ഫൈബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏറ്റവും അധികം നമുക്ക് നാച്ചുറലായിട്ട് അറിയാം വെജിറ്റബിൾസിലാണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോൾ ഈ ഫൈബറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും. പെട്ടെന്ന് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാണ്ട് ഇരിക്കാനും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബ്ലഡിലെ ഷുഗർ ലെവൽസ് എലിവേഷൻ വരാണ്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോക്ക് അതുപോലെ തന്നെ കാർഡിയാക് പ്രോബ്ലംസൊക്കെ ചുരുക്കാൻ സഹായിക്കും. കാരണം അത് ബോഡിയിൽ എക്സ്ട്രാ വരുന്ന കൊളസ്ട്രോളിനെയൊക്കെ പുറത്തോട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കൂടുതൽ വെജിറ്റബിൾസ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ റഫേജ് കൂടുമ്പോൾ നമുക്ക് വിശപ്പ് കുറയും. അതുകൊണ്ട് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ്, കൂടുതൽ വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻസ്, ഇതാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇൻറ്റസ്റ്റൈൻസിലും കോളനിലൊക്കെ ഉള്ള ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ്സ് വളരെയധികം സഹായിക്കും. അപ്പോൾ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് അതുപോലെ തന്നെ ഹെമറോയിഡ്സ്, അതായത് പൈൽസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്,
പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും, അതായത് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പ്രോബ്ലമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷനാണ് നല്ലോണം ഫൈബർ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഡെഫിനറ്റായിട്ടും ഇത് ഇഷ്ടമാവും.